ഒരു ദിവസം അച്ഛൻ വിളിച്ച് വെച്ച് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ കല്യാണമൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ. ചേച്ചി ആളിനെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല? ഞങ്ങൾ 1-2 വട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുണ്ടാവുമല്ലോ. എന്ത് റൊമാൻറ്റിക്! പുള്ളിക്കാരൻ ആ കൂടെ കുറച്ച് ദിവസത്തെ ലീവായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ബന്ധക്കാരും കൂടെ കാണും. ഒട്ടും അറിയാത്ത ഒരാളെ എങ്ങനെയാ കല്യാണം കഴിക്കുക? എന്നെക്കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ആൾക്കാരെ നമുക്കറിയാമെന്നൊക്കെ തോന്നും, പക്ഷെ അതങ്ങനെ അല്ലാതാവാൻ വലിയ സമയമൊന്നും വേണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞ ആൾ പെട്ടെന്ന് അങ്ങ് ജർമ്മനിയിലോട്ട് പോയി. ആദ്യമൊക്കെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. സംസാരമൊക്കെ താനെ അങ്ങ് കുറഞ്ഞു. എന്തോ പറ്റിയതെന്നറിയത്തില്ല. ചിലപ്പോൾ ഒന്നും പറയാനില്ലാതായി കാണും. ഇത് പ്രവേശിക്കാണല്ലോ. ഇതിപ്പോൾ ആരയക്കാനാ? ഒന്നും കാണുന്നില്ല. മെയ്ഡ് ഇൻ ജർമ്മനി. പ്രഭ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെയല്ലേ? लास्ट टाइम कभी फोन किया था उसने? 1 साल से ऊपर हो गया. ムンバイで暮らす同僚でルームメイトの2人。 ഒട്ടും അറിയാത്ത ഒരാളെ എങ്ങനെയാ കല്യാണം കഴിക്കുക? എന്നെക്കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ ഈ മേഘത്തിൻ്റെ കയ്യിൽ കുറച്ച് ഉമ്മ കൊടുത്തു വിട്ടാലോ? എന്തൊക്കെ ഇതിനെപ്പറ്റി ഇവിടെ ആൾക്കാർ പറഞ്ഞ നിനക്കൊല്ല വിചാരമുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെക്കന്മാരുടെ ഫോട്ടോസൊക്കെ അയക്കുന്നുണ്ട് കല്യാണത്തിന്. പക്ഷെ എനിക്കിപ്പോൾ കെട്ടണ്ട. എല്ലാം നമ്മുടെ തലയിൽ കൈത്ത മായ നഗരിയേ. இந்த மாயை நம்பணும், ஏன்னா உனக்கு பைத்தியம் பிடிச்சிடும். ऐसे अगर गायब हो जाओ तो किसी को पता भी नहीं चलेगा. हमें पता चलेगा पार्वती. ありのままでいたいと願う女性たちのビタースイートな物語。私たちが光と思うすべて。